ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ദോശയാണ്. ഈ ദോശ നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഉഴുന്നിൻ്റെയോ അതുപോലെ തന്നെ ചോറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഉഴുന്നും ചോറും ഒന്നും ചേർക്കാതെ തന്നെ വളരെ രുചികരമായിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. ഞാനൊരു 2 കപ്പ് പച്ചരി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണിത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചരി ആയാലും എടുക്കാവുന്നതാണ്. ഇനി ഈ പച്ചരി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് അരിയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് ഞാനത് അരച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈദപ്പൊടിയാണ്. ഞാൻ 1 ബൗള് നിറയെ മൈദ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലാണ് ഞാൻ അരി എടുത്തേക്കുന്നത്. ഈ ബൗളിന് 2 ബൗള് അരിയായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 2 ബൗള് അരിക്ക് 1 കപ്പ് മൈദ എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഒരു 1/4 കപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ മൈദ നമുക്ക് അരച്ചു വെച്ച് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് അരച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മൾ മൈദപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇത് ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇളക്കി ചേർത്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഉഴുന്നില്ലെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉഴുന്ന് കുറവാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതേ രീതിയിലൊക്കെ ഇടയ്ക്കൊക്കെ ദോശ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇത് നല്ല ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ സ്പൂണിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ചേർത്ത് കൊടുത്താൽ എവിടെയെങ്കിലുമൊക്കെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ദോശയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് വൈകിട്ടാണ് ഈ മാവ് തയ്യാറാക്കി വെക്കുന്നത്. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന അതേ ദോശമാവ് പോലെ തന്നെയാണിത് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഒരുപാട് നമ്മളിത് ഇളക്കി ഇതിൻ്റെ പതയൊന്നും കളയരുത്. വളരെ പതുക്കെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കണം. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് 1 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാണ്ട് വളരെ കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ദോശ ചുടുമ്പോഴേ നമ്മുടെ ആ തവയുടെ ചൂട് ബാലൻസ് ചെയ്ത് വേണം നമ്മൾ നിർത്താനായിട്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പാൻ ഒരുപാടങ്ങ് ചൂടായിപ്പോയാലും നമ്മുടെ ദോശ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ചൂടായില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ ദോശ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നപ്പോഴേ ഇത് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ തുറന്നപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ദോശയുടെ മുകൾ വശമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ദാണ്ട പതുക്കെ ഇതേപോലെ ഒന്ന് എടുത്താൽ മതി. നമ്മുടെ സാധാരണ ദോശ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മളിത് വളരെ കനം കുറച്ച് ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ദോശ ചുടുമ്പോൾ ഈ ദോശക്കല്ലിൻ്റെ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് വെള്ളം ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ ദോശക്കല്ലിൻ്റെ ചൂട് അധികമായി കഴിഞ്ഞാൽ ദോശ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത ദോശ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സൂപ്പർ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒട്ടും ഉഴുന്നോ ചോറോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയേക്കുന്നത്. ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.